ഇന്നലെ ഇട്ട വീഡിയോൻ്റെ ഫുൾ വീഡിയോ ആയിട്ടാണ് ഇപ്പോൾ ഞാൻ ഇന്ന് വന്നേക്കണത്. അപ്പോൾ നമ്മൾ മലയാറ്റൂരാണ്, ഞാനും അമ്മയും കൂടിയാണ് മല കയറാൻ വേണ്ടി പോയത്. നമ്മൾ പോയത് ഇന്നലെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ടൈമിലായതുകൊണ്ട് ഒത്തിരി പേരുണ്ടായിരുന്നു കേട്ടോ. അവിടെ കുറേ ആൾക്കാർ മല കയറാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഓരോ സ്ഥലത്തും പ്രാർത്ഥിച്ചും മെഴുകുതിരിയൊക്കെ കത്തിച്ചാണ് നമ്മൾ കയറിക്കൊണ്ടിരുന്നത്. അങ്ങനെ ടോട്ടൽ ഒരു 13 സ്ഥലം ഉണ്ടായിരുന്നു. 13 സ്ഥലത്ത് നമ്മൾ മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് മല കയറിക്കൊണ്ടിരുന്നത്. അങ്ങനെ നമ്മൾ മുകളിലോട്ട് ചെന്നപ്പോഴാണ് ഞാൻ അവിടെ ഒരു കൂട്ടം കുരിശ് കണ്ടത്. കുരിശെന്ന് വെച്ചാൽ നമ്മൾ മറ്റേ മരക്കുരിശ്. അപ്പം ഞാൻ വിചാരിക്കും, ദൈവമേ, എനിക്ക് തന്നെ കാറിലിരുന്ന് സുഖിച്ചാണ് ഞാൻ വീട്ടിൽ നിന്ന് അവിടെ വരെ വന്നത്. എന്നിട്ട് അവിടെ നിന്ന് ഞാൻ മല കയറി കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ടയേർഡായി. അപ്പം ഞാൻ ഈ കുരിശും കൊണ്ട് വന്ന ആൾക്കാരുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കി. അങ്ങനെ ഞങ്ങൾ നേരെ മുത്തപ്പൻ്റെ അടുത്ത് എത്തി. അവിടെ പോയിട്ട് കുറേ പ്രാർത്ഥിച്ച് അതിനുശേഷം ഞങ്ങൾ നേരെ ചായ കുടിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നല്ലോ. കാരണം കയറി ടയേർഡ് ആയതുകൊണ്ട് ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി പോയി. അപ്പം ഞാനും അമ്മയും സൈഡിൽ കോർണറിൽ അവിടെ ഒരു ചായക്കട ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ ചായ കുടിച്ച് നേരെ പള്ളിയിൽ വന്ന്. അപ്പോൾ പള്ളിയിലാണെങ്കിൽ നമുക്ക് അവിടെ പൊന്നും കുരിശ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ആന കുത്തിയ പള്ളിയാണ് കേട്ടോ ഇത്. ഈ പള്ളിയുടെ ബാക്കിൽ ആന പണ്ട് കയറി കുത്തിയിട്ടുണ്ട്, മീൻസ് ആന ഇങ്ങനെ കുത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇങ്ങനെ ആന കുത്തിയിട്ടും ഇത് പൊളിഞ്ഞിട്ടോ അങ്ങനെ ഒന്നും പറ്റിയിട്ടില്ല. ജസ്റ്റ് ഒരു ചെറിയൊരു ചതവ് പോലെ ഉണ്ടായിരുന്നല്ലാണ്ട് വേറെ ഈ പള്ളിക്ക് ഒന്നും പറ്റിയിട്ടില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ കയറി പ്രാർത്ഥിച്ച ശേഷം പിന്നെ നമ്മൾ കുരിശ് കാണാൻ വേണ്ടിയാണ് പോയത്. അപ്പോൾ അവിടെ ഇരിക്കുന്ന സെക്യൂരിറ്റിക്കാരനോട് ഞാൻ ചോദിച്ചു, ഈ കുരിശ് ഒറിജിനൽ സ്വർണ്ണമാണോ? അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു, ഇത് ഒറിജിനൽ സ്വർണ്ണമല്ല, പണ്ടത്തെ കാലത്ത് സൂക്ഷിക്കാൻ പറ്റാത്തതുകൊണ്ട് നോർമൽ ഒരു ഗോൾഡ് കവറിങ് ആണ്. ഇതിൻ്റെ അകത്ത് താഴെയാണ് ഒറിജിനൽ സ്വർണ്ണക്കുരിശ് അല്ലേന്നാണ് അവിടുത്തെ സെക്യൂരിറ്റി ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞേട്ടാ. പിന്നെ നമ്മൾ കാൽപാദമൊക്കെ കണ്ടിട്ട് ഞങ്ങൾ നേരെ തിരിച്ചിറങ്ങി. കാരണം അധികം നേരം നമുക്ക് അവിടെ റെസ്റ്റ് ചെയ്യാനൊന്നും പറ്റിയില്ല. എല്ലാവരും അവിടെ കിടന്ന് ഉറങ്ങുന്നൊക്കെ ഉണ്ടായിരുന്നു, നമുക്കതൊന്നും ചെയ്യാൻ പറ്റിയില്ല. പിന്നെ അവിടെ കാഴ്ചകളൊന്നും പ്രത്യേകിച്ച് കാണാനുണ്ടായിരുന്നു, കാരണം ഇരുട്ടായിരുന്നല്ലോ. അപ്പോൾ അച്ഛനും അനിയനും താഴെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഞാനും അമ്മയും കൂടി വേഗം ഇറങ്ങി. അപ്പം നിങ്ങൾ മുന്നത്തെ ഫസ്റ്റ് വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ അത് കണ്ട ശേഷം ഈ വീഡിയോ കണ്ടാൽ മതി. അപ്പം അമ്മയ്ക്ക് ഇതൊരു മോർണിംഗ് വാക്ക് പോലെ. നമുക്ക് ആദ്യമൊക്കെ ഇറങ്ങാൻ കുറച്ച് പാടായിരുന്നെങ്കിലും അതിനുശേഷം പിന്നെ ആൾ പുള്ളിയായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അമ്മ ഓടിപ്പോണ സീനാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ടാറ്റാ ബൈ ബൈ.